طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ വ്യത്യസ്ത സ്ഥാനവും മഹത്വവും നൽകി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. ആ നിലയിൽ തന്നെ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ആദ്യമായി തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ മലക്കുകളോടും മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഇബ്ലീസിനോടും കൽപ്പിച്ചു. നിങ്ങൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യണം എന്നായിരുന്നു ആ കൽപ്പന. എന്നാൽ ആ കൽപ്പനയിൽ അല്ലാഹു തആല ആദം നബിയോട് പറയുമ്പോൾ, കൽപ്പിക്കുമ്പോൾ, മലക്കുകളോട് കൽപ്പിക്കുമ്പോൾ, മലക്കുകളെ ഞാനും ആദമിന് സുജൂദ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുകയും ഇല്ല. പറ്റാത്ത ഒരു തഅ്ളീമാണ് അത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചപ്പോഴും അവിടെയൊന്നും അല്ലാഹു തആലയും ചെയ്യുന്നു എന്ന് പറയാതെ ഒരേ ഒരു വിഷയം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിക്കാനും ആ നബി തങ്ങളുടെ മദ്ഹുകളും പ്രശംസകളും പ്രകീർത്തനങ്ങളും നടത്താനും അല്ലാഹു കൽപ്പിച്ചപ്പോൾ അല്ലാഹു പറയുന്നത്, ഞാനും എൻ്റെ ലക്ഷോപലക്ഷം മലക്കുകളും നിർവഹിക്കുന്ന കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കൽ, മുഹമ്മദ് നബിയുടെ മദ്ഹ് പറയൽ, മുഹമ്മദ് നബിയുടെ പ്രകീർത്തനങ്ങൾ, ആ മുഹമ്മദ് നബിയുടെ പേരിലുള്ള സ്വലാത്ത്. അതുകൊണ്ട് നിങ്ങളും ചെല്ലണം, നിങ്ങളും പ്രകീർത്തിക്കണം, നിങ്ങളും പ്രശംസിക്കണം. എന്തൊരു മഹത്വം ആണിത്! ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉണ്ട്. അദ്ദേഹം വിളിച്ച് 4 കുട്ടികളോട്, കുട്ടികളെ നിങ്ങൾ ആ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അടുത്ത് മറ്റൊരു കാര്യം ചെയ്യാൻ വന്നപ്പോൾ കുട്ടികളോട് പറയുന്നു, വരൂ നമ്മളെല്ലാവരും കൂടി ആ കാര്യം അങ്ങോട്ട് നിർവഹിക്കുക എന്ന് പറഞ്ഞ് തങ്ങളും ഇറങ്ങി. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നു
തങ്ങളും കൂടി ഞങ്ങളെ കൂട്ടത്തിൽ വന്ന് ചെയ്യുന്ന പ്രവൃത്തിയാകയാൽ ഇതിന് വലിയ സ്ഥാനം ഉണ്ട് എന്ന്. അതുപോലെ മഅദൻ സന്ദർശിക്കാൻ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ മർക്കസു സഖാഫത്തി സുന്നിയ സന്ദർശിക്കാൻ ഒരു അതിഥി വരുന്നു. വണ്ടിയും കൊടുത്ത ഒരാളെ അയച്ചു, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മറ്റൊരു ആൾ വരുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരും പോകുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാകും എന്ന പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാനും പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും അല്ലാഹു തആല കൽപ്പിക്കുമ്പോൾ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുമ്പോൾ അല്ലാഹു നമ്മെ അറിയിച്ചത് ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട് എന്നാണ്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരേ ഒരു പ്രവർത്തനം അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലും അവിടത്തെ മദ്ഹ് പറയലും അവിടത്തെ പ്രശംസിക്കലും പ്രകീർത്തിക്കലും മൗലിദ് നടത്തലും ആണ്. ആ പ്രവർത്തനമാണ് ഇവിടെ മാസം തോറും പ്രധാനമായി നടത്തി വരുന്നത്. അതിൻ്റെ ആമുഖമെന്നോളം ഏതാനും ചില വിഷയങ്ങൾ, ഇൽമുകൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ ആയിരക്കണക്കിനുണ്ട്. അതിലൊന്ന് മനുഷ്യന്റെ ഹൃദയശുദ്ധി, മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കുക, അള്ളാഹുവിന്റെ ഹബീബിനോട് പ്രിയം വർദ്ധിക്കുക, അള്ളാഹുവിന്റെ ഹബീബ് വെറുത്തവരോട് പ്രിയം ഇല്ലാതിരിക്കുക. ഇതാണ്. മാത്രമല്ല, ബിദ്അത്തിന്റെ പ്രസ്ഥാനവും സുന്നത്ത് ജമാഅത്തും തമ്മിലുള്ള അതിപ്രധാനമായ ഒരു അന്തരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കലും മദ്ഹ് പറയലും പ്രകീർത്തിക്കലും സ്വലാത്ത് ചൊല്ലലും ആണ്. സുന്നിയായ മനുഷ്യനാണോ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയും, പ്രശംസിക്കും, പ്രകീർത്തിക്കും, സലാത്തുകൾ വർദ്ധിപ്പിക്കും. അല്ലാത്തവൻ അതിൽ നിന്നെല്ലാം ഒഴിവ്. അത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. എന്നാൽ ഇന്ന് ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ജനങ്ങൾ ബിദ്അത്ത് എന്ന് പറയുന്ന ഏറ്റവും നീചവും നികൃഷ്ടവുമായ ആശയത്തെ വെറുക്കാതെ അതിനെ വാരിപ്പുണരുന്ന ഒരു സ്വഭാവം ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അത് ഇല്ലാതിരിക്കാൻ സലാത്തുകൾ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ഓരോ മഹല്ലത്തുകളിലും പള്ളികളിലും സലാത്തുകൾ സംഘടിപ്പിക്കുക. ഒറ്റക്ക് സലാത്ത് ചെല്ലുന്നതിന് പുറമെ കൂട്ടമായി സലാത്ത് ചെല്ലുക. ചെറുപ്പക്കാരായ ആളുകളെ, വയസ്സന്മാരെയും എല്ലാം സലാത്തിന്റെ സദസ്സിലേക്ക് ക്ഷണിക്കുക, സലാത്ത് നിർവഹിപ്പിക്കുക. എങ്കിൽ ബിദ്അത്തുമായി അവർ അകലും. ഇത് ഈമാനുള്ള മനുഷ്യന് നിർബന്ധമാണ്. കാരണം ഒരു മുബത്തദിയായ ബിദ്അത്തുകാരനോട്
ഒരാൾ ബന്ധപ്പെട്ടാൽ തീർച്ചയായും അവന്റെ ബിദ്അത്ത് ഇങ്ങോട്ട് പകരും. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കയറി വരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം മുഴുക്കെ കുഷ്ഠരോഗം പിടിച്ച് മാംസങ്ങളും തൊലികളുമെല്ലാം മുറിഞ്ഞു മുറിഞ്ഞ് കട്ടം വീണുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രക്തവും ചലവും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുർഗന്ധം ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കുഷ്ഠവ്യാധി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തോട് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പറയുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരു രോഗി നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ മടിയല്ലേ? 99% ആളുകളും അദ്ദേഹത്തിന്റെ കൈ കൊടുക്കില്ല. കാരണം ആ രക്തവും ചലവും നിറഞ്ഞ, മാലിന്യങ്ങൾ നിറഞ്ഞ കുഷ്ഠരോഗിയായ മനുഷ്യന്റെ കൈ പിടിച്ച് എങ്കിൽ ആ രോഗം ഇങ്ങോട്ട് പകരും, അല്ലെങ്കിൽ അതിന്റെ രക്തവും ചലവും നജസും ഇങ്ങോട്ട് പകരും. ആ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ പിടിക്കാൻ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല. വെള്ളപ്പാണ്ട് രോഗി, ശരീരം മുഴുക്ക വെള്ളപ്പാണ്ട് രോഗമുണ്ടായാൽ ആ രോഗി കൈ നീട്ടുമ്പോഴും കൈ പിടിക്കാൻ സ്വാഭാവികമായും മടിയാണ്. ആ രോഗം പകരുമോ എന്ന പേടിയാണത്. പഴയ കാലത്ത് വസൂരി രോഗമുണ്ടായിരുന്നു. ഇപ്പോൾ വസൂരി രോഗം നിർമ്മാർജ്ജനം ചെയ്തു. എവിടെയെങ്കിലും വസൂരി ഉണ്ട് എന്ന് തെളിയിച്ചു തന്നാൽ ഇനാമു തരാമെന്ന് ഡോക്ടർമാർ വെല്ലുവിളിക്കുകയാണ്. അഥവാ കാണിച്ചു കൊടുത്താൽ അത് ചിക്കൻ ബോക്സ് ആണെന്ന് പറയുകയും ചെയ്യും. ഏതായിരുന്നാലും ഈ വസൂരി രോഗം വളരെ കടുപ്പപ്പെട്ടതായി പഴയ കാലത്തുണ്ടായിരുന്നു. ആളുകൾ 1, 2, 10, 100 ആൾ ഒരേ ദിവസം ഒരേ മഹല്ലത്തിൽ മരിച്ചു വീഴുന്ന ഈ വസൂരി രോഗമുണ്ടായിരുന്നു പഴയ കാലത്ത്. അതിന് അന്ന് പറയൽ കുരുപ്പ് പിടിക്കുക എന്നാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ പഴയ വയസ്സന്മാരോട് ചോദിച്ചാൽ അറിയാം, ആ കാലഘട്ടത്തിൽ വസൂരി രോഗം പിടിച്ച്, കുരുപ്പ് രോഗം പിടിച്ച് മരിച്ച മനുഷ്യരെ കുളിപ്പിക്കാനും മറവ് ചെയ്യാനും വരെ ആളുകൾക്ക് മടിയാണ്. ഏതെങ്കിലും ചിലർ ധൈര്യപ്പെട്ടുകൊണ്ട് അവരെ കുളിപ്പിച്ച് മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ കാരണം? ആ രോഗം ഇങ്ങോട്ട് പകരും, അതിനെ ഭയപ്പെട്ടിട്ടാണ്. എന്നാൽ എന്റെ ആത്മസുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ബാഹ്യമായ രോഗം, ബാഹ്യമായ കുഷ്ഠരോഗമോ, ബാഹ്യമായ വസൂരിയോ, ബാഹ്യമായ വെള്ളപ്പാണ്ട് രോഗമോ, അതുപോലുള്ള മറ്റ് രോഗമോ ഇങ്ങോട്ട് പകരും എന്ന് ഭയപ്പെട്ട് ആ രോഗികളെ തൊടാനും അവരുടെ അടുത്തിരിക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനും നിങ്ങളും ഞാനും വെറുക്കുന്നുവെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, അതിനേക്കാളും മാരകമായ രോഗമാണ്, ഹൃദയത്തിന് പിടിക്കുന്ന ഏറ്റവും കടുത്ത രോഗമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരായ ബിദ്അത്ത് പ്രസ്ഥാനം. നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കണം. അതെന്ത്, അതൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുമോ? നിന്റെ മകളെ ഒരു പുതിയാപ്പിളക്ക്
കെട്ടിച്ചു കൊടുക്കാൻ നിശ്ചയിക്കുന്നു, ആലോചിക്കുന്നു എന്ന് കേട്ടാൽ, ഓ സഹോദര, അവൻ മുബത്തദിയാണ്, അവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അവൻ മുജാഹിദ് എന്ന് പറയുന്ന വഹാബിയാണ്, അവൻ തബ്ലീഗുകാരനാണ്. അതുകൊണ്ട് നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കല്ലേ, നിന്റെ മകളെ അവന് വിവാഹം ചെയ്ത് കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ, മുസ്ലിയാരെ അതൊക്കെ ഇപ്പോഴും നടക്കുമോ? ഈ കാലഘട്ടത്തിൽ അതൊക്കെ നടക്കുമോ? അങ്ങനെയൊക്കെ നോക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ചിലർ. ചിലർ ചോദിക്കാത്തവരുണ്ടെങ്കിലും പണവും പ്രതാപവും നോക്കി അത്തരം മുബത്തദികൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന വിവരമില്ലാത്ത മനുഷ്യരെ നമുക്ക് കാണാം. എന്താണ് ഇതിന്റെ ഗൗരവം? എന്താണ് ഇതിന്റെ ഗൗരവമെന്ന് നിങ്ങൾ ചിന്തിക്കണം. വളരെ വ്യക്തമായി ഫിഖ്ഹിന്റെ കിതാബുകളിൽ വരെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലാ യുകാഫിഉ മുബ്തദിഉൻ ലിസുന്നിയ്യ. കെട്ടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് കുഫ്ഉ ആയ, അനുയോജ്യമായ ഭർത്താവിന് മാത്രമേ കെട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരു പിതാവ് അവന്റെ മകളെ സമ്മതം ചോദിക്കാതെ കെട്ടിച്ചു കൊടുക്കുന്ന ആ സ്ഥലത്ത് പ്രത്യേകിച്ചും അനുയോജ്യമായ ഭർത്താവിനല്ലാതെ കെട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, മുബ്തദിയായ ഭർത്താവ് സുന്നിയായ പെണ്ണിന് യോജിച്ചതല്ല. ആ മുബ്തദിയായ ഭർത്താവിനെ കൊണ്ട് സുന്നിയായ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ബാപ്പക്ക് പാടില്ല, അത് കുറ്റകരമാണ്, അത് തെറ്റാണ് എന്ന് നമുക്ക് കിതാബിൽ കാണാം. എന്തുകൊണ്ട്? ഈ മുബ്തദിയായ മനുഷ്യന് നമ്മുടെ മകളെ കെട്ടിച്ചു കൊടുത്താൽ അവന്റെ ബിദ്അത്ത് മകളിലേക്ക് പകരും. മകളിലേക്ക് മാത്രമല്ല പകരുന്നത്, ആ മകളുടെ ഉമ്മയിലേക്ക് പകരും, മകളുടെ വാപ്പയിലേക്ക് പകരും, കുടുംബത്തിലേക്ക് പകരും. പുതിയാപ്പിളയല്ല വരുന്നത്. അദ്ദേഹത്തെ സൽക്കരിക്കാതെ കഴിയുമോ? അദ്ദേഹത്തെ ആദരിക്കാതെ കഴിയുമോ? അദ്ദേഹത്തിന്റെ കൂടെ പോകുകയും വരികയും ചെയ്യാതെ കഴിയുമോ? അങ്ങനെ പോവുകയും വരികയും ചെയ്യുമ്പോൾ അവന്റെ ബിദ്അത്ത് അവൻ കുത്തിവെക്കും, അവൻ ഇൻജക്ട് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ പോകുമ്പോൾ, ഭയാഗ്രഹത്തിൽ വന്ന് പോകുമ്പോൾ ഒരു അൽമനാറിന്റെ കോപ്പി അവിടെ ഇട്ടുപോകും, അല്ലെങ്കിൽ ഒരു പ്രബോധനത്തിന്റെ കോപ്പി ഇട്ടുപോകും. എന്നിട്ട് അതെടുത്ത് വായിക്കും. ആദ്യം അവനിടുന്ന കോപ്പിയിൽ തർക്കവിഷയങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ അവന്റെ വീട്ടുകാരൻ വായിച്ചു, ഇതിൽ തർക്കവിഷയമൊന്നുമില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഒരു തെറ്റുമില്ലല്ലോ, അല്ലെങ്കിൽ വഹാബിയുടെ അൽമനാറിൽ ഒരു തെറ്റുമില്ലല്ലോ എന്ന് ഈ വീട്ടുകാരൻ പറയുന്നു. ഇനി ഉണ്ടായാൽ തന്നെ ഇവന് തിരിയോ? ഉണ്ടായാൽ തന്നെ ഈ വായിക്കുന്നവന് തിരിയുമോ തെറ്റോ ശരിയോ എന്ന്? നിങ്ങൾ കേട്ടില്ലേ വഹാബി എഴുതിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജഡത്തോടുകൂടെ മിഅ്റാജിന് പോയി എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നതെങ്കിലും ഹസ്രത്ത് ആയിഷ പറയുന്നു, ഞാനും എന്റെ ഭർത്താവായ മുഹമ്മദ് നബിയും രാത്രി വിരിപ്പിൽ കിടന്നതിന്റെ ശേഷം എന്റെ അടുക്കൽ നിന്ന് മുഹമ്മദ് നബി പോയിട്ടില്ല. മുഹമ്മദ് നബിയുടെ ശരീരം എന്റെ ശരീരവുമായി വിട്ടുപിരിഞ്ഞിട്ടില്ല എന്ന് ഹസ്രത്ത് ആയിഷ പറയുന്നുണ്ട്. അതിനാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ ജഡത്തോടുകൂടെ പോയി എന്ന് പറഞ്ഞാലും ശരി, അതല്ല നമുക്ക് ബുദ്ധിക്ക് ഒക്കുന്നത്. കാരണം രാത്രിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് എഴുന്നേറ്റ് പോയത്. അത് ആയിഷ ബീവിന്റെ അടുക്കന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരം വിട്ടിട്ടില്ല എന്നല്ലേ വെക്കേണ്ടത്? അതിനാൽ ജഡത്തോടുകൂടി
മേറാജിന് പോയിട്ടില്ല എന്ന് പറയുന്ന അഭിപ്രായമാണ് ശരി എന്ന് ഇവിടുത്തെ വഹാബി എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, ഇത് വായിച്ചാൽ ഈ വിഷയത്തിലുള്ള തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുമോ? എത്ര വലിയ അബദ്ധമാണ് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ ആ സഹോദരന്റെ അടുത്തുള്ള ഒരു വയസ്സനുമായി സംസാരിക്കുന്നു. വയസ്സനുമായിട്ട് സംസാരിക്കുമ്പോൾ വയസ്സൻ പറയുന്നു, എടോ, നിന്റെ ഉമ്മയെ നിന്റെ പിതാവ് വിവാഹം ചെയ്ത ദിവസം ഭയങ്കര കല്യാണമായിരുന്നു, ഭയങ്കര ആഘോഷമായിരുന്നു, ധാരാളം ആളുകളെ വിളിച്ചിരുന്നു. നിന്റെ ഉമ്മയെ വിവാഹം ചെയ്യുന്ന ദിവസം ബാപ്പ വലിയ കല്യാണം കഴിച്ചിട്ട് ആളുകളെ ധാരാളം വിളിച്ചിട്ടാണ് നടത്തിയത്. ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, നിങ്ങൾ വെറുതെ കളവ് പറയണ്ട, എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു കല്യാണം ഉണ്ടായിട്ടില്ല. തർക്കം കൂടി. അവസാനം ചെറുപ്പക്കാരൻ പറയുന്നു, നിങ്ങളെന്താ കാക്ക പറയുന്നത്? എന്റെ വീട്ടിൽ അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ടേ? എന്നെ വിളിച്ചിട്ടില്ല. മനസ്സിലായോ? എവിടേക്കാ നോക്കണത്? ഏത് കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്നപ്പോ പറഞ്ഞത്? വാപ്പന്റെ അല്ല, വാപ്പ ഉമ്മനെ കെട്ടിയ കല്യാണത്തിന്. വാപ്പ വേറൊരു വീട് കെട്ടിയ കല്യാണത്തിനല്ല, ഇവന്റെ ഉമ്മനെ കെട്ടിയ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ ഇതെത്ര വലിയ വിഡ്ഢിത്തമാണിത്. ഇവന്റെ ഉമ്മയെ വാപ്പ കെട്ടുന്ന അന്ന് ഇവനില്ലല്ലോ. അതുപോലെ ആയിഷ ബീവി പറയുന്നു എന്നാണ് വഹാബി എടുത്ത് പറയുന്നത്, മുഹമ്മദ് നബിയുടെ ശരീരം എന്റെ ശരീരവുമായി വിട്ടുപിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മേറാജ് ശരീരം കൊണ്ട് ഉണ്ടായിട്ടില്ല. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന് പോയത് ഹിജ്റയുടെ ഒരു കൊല്ലം മുമ്പാണ്. അതിനു മുമ്പാണെന്നും അഭിപ്രായമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുവിന്റെ ഹബീബ് മിഅ്റാജിന് പോയി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിജ്റയുണ്ടായത്. ആ ഹിജ്റയും കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ ബീവിയുമായി അല്ലാഹുവിന്റെ റസൂല് ആദ്യമായി വീട്ടുകൂടൽ നടക്കുന്നത്. അപ്പോൾ ആയിഷ ബീവിയുടെ വീട്ടുകൂടൽ നടക്കുന്നതിന്റെ 3 കൊല്ലം മുമ്പ് നടന്ന മിഅ്റാജിന്റെ സംഭവത്തിൽ എന്റെ അടുക്കൽ നിന്ന് നബി എഴുന്നേറ്റ് പോയിട്ടില്ല എന്ന് ആയിഷ ഒരിക്കലും പറയില്ലല്ലോ. അപ്പോൾ ചരിത്രം ആദ്യം പഠിക്കണം. ആയിഷ ബീവിയെ വിവാഹം ചെയ്തത് ഹിജ്റയുടെ മുമ്പാണ്. പക്ഷേ വിവാഹം ചെയ്തെങ്കിലും അല്ലാഹുവിന്റെ ഹബീബുമായി ഒരുമിച്ച് കൂടി വീട്ടുകൂടൽ നടന്നിട്ടില്ല. അത് ആദ്യമായി നടക്കുന്നത് മദീനയിൽ പോയി മാസങ്ങളോ കൊല്ലമോ കഴിഞ്ഞതിന് ശേഷം. ഇത് ചരിത്രമറിയാത്ത ആൾ നേരത്തെ പറഞ്ഞത് വായിക്കുമ്പോൾ അത് ശരിയാണ് കേട്ടോ, രാത്രി എഴുന്നേറ്റ് പോയതല്ലേ, അപ്പൊ ആയിഷ ബീവി പറയുന്നതാണ് ശരി, ബഹുഭൂരിപക്ഷം ആളുകൾ പറഞ്ഞത് ഇതിനെതിരായാലും ശരി എന്ന് മനസ്സിലാക്കി പോകൂലേ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികാരന്റെ ബുക്ക് വായിക്കരുത്, വഹാബിയുടെ ബുക്ക് വായിക്കരുത്, മൗദൂദിയുടെ ബുക്ക് വായിക്കരുത്, തബ്ലീഗുകാരന്റെ ബുക്കുകൾ വായിക്കരുത്. അവർ ഈമാനെ പിഴപ്പിക്കുന്നവരാണ്, ഈമാനെ ഒറ്റിക്കൊണ്ടു പോകുന്നവരാണ്. അവരുടെ പത്രങ്ങളും അവരുടെ മാസികകളും വായിക്കാൻ പാടില്ല എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നത്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്ത് എടുത്ത് വായിക്കുന്നു. വാസ്തവത്തിൽ ഉമർ ഇബ്നു ഖത്താബ് പഠിച്ചു പോവും എന്നുള്ള സംശയം ഇല്ല.
ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അൽ ഹഖ് യൻതിഖു അലാ ലിസാനി ഉമർ, ഉമറിന്റെ നാവിലൂടെ സത്യം മാത്രമേ വരികയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇദാ സലക ഉമറു ഫീ ഫജ്ജിൻ സലക ശൈത്താനു ഫീ ഫജ്ജിൻ ആഖർ. ഉമർ ഇബ്നു ഖത്താബ് ഒരു റോട്ടിലേക്ക് കടന്നാൽ ശൈത്താൻ ആ റോട്ടിൽ നിൽക്കുകയില്ല. ഉമർ ഇബ്നു ഖത്താബിനെ പേടിച്ചുകൊണ്ട് മറ്റേ റോട്ടിലേക്ക് കടന്നു കളയും. അത്രയും അധികം പിശാച് പേടിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് പോലും തൗറാത്ത് വായിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അത് കണ്ട സമയത്ത് അതിനെ വലിച്ചെറിയാൻ പറയുകയും വളരെ ഗൗരവത്തോടുകൂടി ദേഷ്യപ്പെടുകയും ചെയ്തത്, എന്റെ കരടിന്റെ കട്ടകളായ യുവാക്കളെ, നിങ്ങൾ വിദ്യാർത്ഥികാരുടെ പാഠപുസ്തകങ്ങളോ വിദ്യാർത്ഥികാരുടെ പത്രങ്ങളോ മാസികകളോ വായിച്ച് തെറ്റിപ്പോകാതിരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് വളരെ കടുപ്പമായി തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബിദ്അത്തിന്റെ ആശയമുള്ള ആളുകളോട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. ബന്ധപ്പെട്ടാൽ നമ്മുടെ ഈമാനെ അവർ ചൂഷണം ചെയ്യും. അവരുടെ ബിദ്അത്ത് ഇങ്ങോട്ട് പകരും. ഖുർആൻ പറഞ്ഞില്ലേ, ഖദർ അലൈഹിസ്സലാമിന്റെ സംഭവത്തിൽ, ഈ കുട്ടിയെ ഞാൻ കൊല്ലാൻ കാരണം ഒരു ചെറിയ കുട്ടിയെ പിടിച്ചു കൊന്നു കളഞ്ഞു ഖദർ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. എന്താണ് കാരണം പറഞ്ഞത്? അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ. ഈ കുട്ടിയെ കൊല്ലാൻ അല്ലാഹു കൽപ്പിച്ചതിന്റെ കാരണം, ഞാൻ ഈ കുട്ടിയെ കൊന്നതിന്റെ കാരണം, അവന്റെ മാതാപിതാക്കൾ നല്ല മുഅ്മിനീങ്ങളാണ്. ഈ കുട്ടി അല്പം കൂടി നല്ല പ്രായപൂർത്തിയെത്തി വളരെ നല്ല സംസാര വൈഭവമുള്ള ആളും ഉപദേശിക്കാനുള്ള കഴിവുള്ള വ്യക്തിയും ആയി കഴിഞ്ഞാൽ ഈ മാതാപിതാക്കന്മാരെ വടിവേൽപ്പിച്ച് കളയും. അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അവരെ കൊല്ലാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായത് എന്ന് ഖദർ അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചില്ലേ? നമ്മൾ കാണുന്നില്ല അങ്ങനെ എത്രയോ ആളുകൾ അല്ലേ, ബാപ്പമാര് മുതലൊക്കെ ഒരുവച്ച് മക്കൾക്ക് നേരത്തെ തന്നെ കൊടുത്ത്, വാപ്പക്ക് പിന്നെ മുതലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മക്കളെ ചെലവിൽ ഊരമ്പൽ ഇങ്ങനെ ജീവിക്കുന്ന വാപ്പ മകൻ കുറച്ച് കഴിഞ്ഞപ്പോ വഹാബിയായി, അല്ലെങ്കിൽ മൗദൂദിയായി. പിന്നെ ആദ്യം തന്നെ വീട്ടിൽ മൗലൂദ് കഴിക്കൽ നിർത്തി, റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തൽ നിർത്തി, റാത്തീബ് നടത്തൽ നിർത്തി. അതെല്ലാം നിർത്തി അത് ശിർക്കാണെന്ന് വാദിക്കാൻ തുടങ്ങി. അപ്പോൾ ബാപ്പക്ക് ചെറിയൊരു വേദന. പഴയ കാലത്ത് വീട്ടിലൊക്കെ മൗലിദ് നടത്തുന്ന വീടാണ്. ബാപ്പന്റെ കയ്യിൽ കാശില്ല, മുതലൊക്കെ മകന് കൊടുത്തുപോയി. ശിർക്കാണെന്നാ ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മളെ വാപ്പയും വാപ്പന്റെ വാപ്പയും ഒക്കെ പണ്ട് മൗലിദ് നടത്തുന്ന ആളുകളായിരുന്നുവല്ലോ. അവരൊക്കെ മുശ്രിക്കായി ചത്തുപോയോ? ഈ വയസ്സൻ തന്തക്ക് കുറച്ച് പേടിയായി. അങ്ങനെ അതാ മലപ്പുറത്തെ സലാത്തിന് വയലുണ്ട് എന്ന് കേട്ട് വല്ല കുന്തമ്മടിയും കുത്തിയിട്ട് ചൂട്ടും കത്തിച്ച് ഈ തന്ത ഞാനൊന്ന് പോയി നോക്കട്ടെ, ഒരു വയലൊന്ന് കേട്ടാൽ, മൗലൂദിനെ പറ്റിയൊന്ന് കേട്ടാൽ അത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയാമല്ലോ. സുബ്ഹാനല്ലാഹ്, വഴിയിൽ വെച്ചിട്ട് മകൻ കണ്ടുമുട്ടി. അവനോട് ചോദിക്കുന്നത് എവിടെ പോണ്? ഞാൻ അവിടെ സുന്നണ വയല് കേൾക്കാൻ പോവാ. ആങ്ങിപ്പോർത്ത് അടിച്ച് കാലി ഞാൻ മുറിക്കും, വീട്ടിൽ പോയിരിക്കും. മകൻ ബാപ്പനെ മടക്കി അയച്ചു. അങ്ങനെ ബാപ്പ ഹബ്സായി. കുറച്ചുകൂടി കാലങ്ങ് കഴിയുമ്പോ ബാപ്പ പറയാൻ തുടങ്ങുന്നു, എന്റെ മകൻ പറയുന്നിടത്ത് കുറച്ചൊക്കെ കാര്യമുണ്ട് കേട്ടോ, കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അവസാനം ഇവൻ വഹാബിയായി, അവസാനം മൗദൂദിയായി, അല്ലെങ്കിൽ ഏതെങ്കിലും വിദഅത്തിന്റെ പാർട്ടിയായി മാറി.
ഇത് അനുഭവമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം 17 പ്രാവശ്യം നമുക്ക് നിർബന്ധമാക്കിയ സൂറത്ത് ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നിന്റെ മഹത്തുക്കളായ അമ്പിയാക്കൾ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹികൾ, മഹാന്മാരായ ആളുകൾ വിശ്വസിക്കുകയും ആചരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തു വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വഴി, മുസ്തഖീമായ വഴി, ആ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കുകയും ആ വഴിയിൽ ഞങ്ങളെ നിലനിർത്തുകയും ആ വഴിയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹ് പഠിപ്പിച്ചു. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നിന്റെ കോപത്തിന് പാത്രീഭൂതരായ ബിദ്അത്തിന്റെ അഹ്ലുകാർ, നിന്റെ കോപത്തിന് അർഹരായ ബിദ്അത്തുകാർ, വലദ്ദാല്ലീൻ, വഴിപിഴച്ചു പോയ ബിദ്അത്തുകാർ, വഴിപിഴച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോവുകയും അതുവഴി നിന്റെ ദേഷ്യത്തിനും കോപത്തിനും അർഹരാവുകയും ചെയ്ത ബിദ്അത്തുകാരുടെ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കല്ലേ റബ്ബേ. ആ വഴിയിലേക്ക് ഞങ്ങളെ നീ തിരിക്കല്ലേ റബ്ബേ എന്ന് ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി ദുആ ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചത്. മുതഅല്ലിമീങ്ങളും അല്ലാത്തവരൊക്കെ ചിന്തിക്കണം. മുസ്തഖീമായ വഴിയിൽ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ പോരാ. അവിടുത്തെ പ്രത്യേകിച്ച് ഗൈറ് എന്ന് പറഞ്ഞാൽ മുഗായറത്ത്, അന്യം. വഹാബികളുടെയും മൗദൂദികളുടെയും വിദഅത്തുകാരായ മുഴുവൻ പ്രസ്ഥാനത്തിന്റെയും മാർഗം അന്യമാണ്. ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ഒരിക്കലും നീ കടത്തല്ല, ആ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കല്ല, ആ മാർഗവുമായി ഞങ്ങളെ നീ ബന്ധപ്പെടുത്തല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കി, ഫർളാക്കി. സുന്നത്ത് നിസ്കാരത്തിലും അത് തന്നെ വേണം. അത്ര മോശമാണ് ബിദ്അത്ത്. അവരെ കൂടെ ഇരിക്കാൻ പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിൽ പഠിപ്പിക്കുന്നത് കേട്ടില്ലേ? വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മുടെ ആയാത്തുകളിൽ, പരിശുദ്ധ ഖുർആനിൽ തിരുമറി നടത്തുകയും അതിനെ ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്ന വഴിപിഴച്ച പ്രസ്ഥാനക്കാരനെ നീ കണ്ടാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്ക്. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മുടെ ആയാത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വളച്ചൊടിച്ച് തിരുമറി നടത്തി അത് തെറ്റായ നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകളെ കണ്ടാൽ ഫഅഅ്രിദ് അൻഹും, അവരെ തൊട്ട് നീ തിരിഞ്ഞു കളയണം. തിരിഞ്ഞു കളയണമെന്ന് പറഞ്ഞാൽ മുഖം ഇങ്ങോട്ട് തിരിക്കണമെന്ന് മാത്രമല്ല, ശേഷം വരുന്ന ആയത്തിൽ കാണാം, വാക്കിൽ കാണാം, ഫഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. ഓ സുന്നിയായ മനുഷ്യ, അത്തരം ആളുകളെ കൂടെ ഒരു പക്ഷേ നീ മറന്നുകൊണ്ട് ഇരുന്നു പോയാൽ, ശൈത്താൻ നിന്നെ മറപ്പിച്ചിട്ട് നീ ബിദ്അത്തുകാരായ മനുഷ്യന്റെ കൂടെ ഇരുന്നു പോയാൽ,
ഫലാ തഖഉദ് ബഅദ ദിക്റ, ഓർമ്മ വന്നതിന് ശേഷം പിന്നെ നീ ഇരിക്കരുത് കേട്ടോ. മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ കൂട്ടരോട് കൂടെ. ആർക്കോ സംശയമുണ്ടോ ഞാൻ ആയത്തിന് അർത്ഥം പറയുന്നതിൽ വല്ല വ്യത്യാസവുമുണ്ടെന്ന്? ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പണ്ഡിതന്മാരെ സമീപിച്ച് ചോദിക്കാം. വേറെ ഒരു ഭേദഗതിയും ഇല്ല. ഫലാ തഖഉദ്, അല്ലേ? ഖഅദ എന്ന് പറഞ്ഞാൽ ഇരിക്കാന്നല്ലേ അർത്ഥം. ഫലാ തഖഉദ്, നീ ഇരിക്കരുത്. മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ അവരുടെ കൂടെ. ഖുർആൻ തിരിമറി ചെയ്യുന്ന, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ഖുർആൻ വളച്ചൊടിക്കുന്ന ഈ ബിദ്ഈ പ്രസ്ഥാനക്കാരുടെ കൂടെ നീ ഇരുന്നു പോകരുത്. ഓ, എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ വഖഫ് ബോർഡിൽ സീറ്റിട്ടണമെന്ന് പറയുന്നത്? വഖഫ് ബോർഡിൽ സീറ്റിട്ടണമെന്ന് പറയുന്നത് എന്തിനാ? അവിടെ വഹാബികളുണ്ടല്ലോ. ഹജ്ജ് കമ്മിറ്റി സീറ്റ് കിട്ടണമെന്ന് പറയുന്നത് എന്തിനാ? അവിടെ വഹാബി മൗദൂദില്ല, അവിടെ ഇരിക്കാൻ പാടില്ലല്ലോ. ഫലാ തഖഉദ്, മുബ്തദീകളെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നല്ലേ അല്ലാഹു പറയുന്നത്? അല്ലാഹു തആല നമ്മളെ പോലെയല്ല. അല്ലാഹു തആല അങ്ങനെ അന്തല്ലാണ്ട് പറയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാമുൽ ഗുയൂബ് ആണല്ലോ. അല്ലാഹു പറയുന്നു, എന്നാൽ വമാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ വലാകിൻ ദിക്റാ ലഅല്ലഹും യദ്ദക്കറൂൻ. എന്ത് വേണം? ഹജ്ജ് കമ്മിറ്റിയിൽ വഹാബി മാത്രമായി പോയാൽ, മൗദൂദി മാത്രമായി പോയാൽ, ബിദ്അത്തുകാരൻ മാത്രമായി പോയാൽ ഹാജിമാർക്ക് സബ്സിഡി കൊടുക്കണമെന്ന് പറയുന്ന ആ സ്ഥാനത്ത് മദീനത്ത് പോകുന്നവർക്ക് കൊടുക്കാൻ പാടില്ല, മദീനത്ത് പോലെ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തടഞ്ഞു കളയും. മദീനത്ത് സിയാറത്തിന് പോലെ ശിർക്കാണ്, അതുകൊണ്ട് അതിന് സബ്സിഡി കൊടുക്കാൻ പാടില്ല ഹാജിമാർക്ക് എന്ന് പറയും. ഒന്നിലധികം ഉംറ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇങ്ങനെ ദീനിന് കടകവിരുദ്ധമായ വാദം അവൻ പറയും. വഖഫ് ബോർഡിലോ, വഖഫ് ബോർഡിൽ ഇവൻ മാത്രമായി പോയാൽ, സുബ്ഹാനല്ലാഹ്, കേരളത്തിലുള്ള വഖഫ് മൗലൂദ് ഓതാൻ എത്ര വഖഫുണ്ട്? മൗലൂദ് ഓതാൻ വഖഫ് വെച്ചത്. മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ വഖഫ് വെച്ചിട്ടുണ്ട് ധാരാളം വഖഫുകൾ. ചില ആളുകൾ ഈ ഖലീൽ തങ്ങൾക്കും കാന്തപുരത്തിനും ഒക്കെ വഖഫ് ബോർഡിൽ സീറ്റ് ഇട്ടായിട്ട കളി കളിച്ച്. ഞങ്ങൾ ആരെങ്കിലും പ്രസ്താവന ഇറക്കിയോ? നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? ഒരാളും പ്രസ്താവന ഇറക്കിയിട്ടില്ല. പക്ഷെ ബുദ്ധിയുള്ള ജനങ്ങൾ അങ്ങോട്ട് കണ്ട് മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി അവരങ്ങോട്ട് ചെയ്തതാ. അതിൽ ചില സ്ഥലത്ത് ചില പോയത്തക്കാർ കുടുങ്ങിപ്പോയി എന്ന് മാത്രം. അവർക്ക് മനസ്സിലായില്ല, വാൻ കുറച്ച് താമസിച്ചു പോയി എന്ന് മാത്രം. ഞങ്ങൾക്ക് വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും സീറ്റ് കിട്ടണം, അവിടെ ഇരിക്കണം, കസേലയിലിരിക്കണം എന്ന ലക്ഷ്യമല്ല. ഞങ്ങൾക്ക് അതും അവിടെയും വേണം എന്ന് ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. അതാണ് ഞാൻ വരുന്ന ഓതിയ ആയത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. വഖഫ് സ്വത്ത് മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ, മരിച്ചവർക്ക് ആണ്ട് കഴിക്കാൻ, അതുപോലെ മൗലിദ് നടത്താൻ, ഇങ്ങനെ സുന്നി ആചാരങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട എത്രയോ വഖഫ് സ്വത്തുക്കൾ ഇവിടെയുണ്ട്. അതുപോലെ പള്ളി ദർസ് അതിനുവേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതുണ്ട്. ഇതൊന്നും ഇവിടുത്തെ മുജാഹിദ് സമ്മതിക്കൂല, ഇവിടുത്തെ മൗദൂദി സമ്മതിക്കൂല, ഒരു വിദ്യാർത്ഥിക്കാരും സമ്മതിക്കൂല. അപ്പൊ ഇവിടുത്തെ വഖഫ് ബോർഡില് സുന്നി ഇല്ലാതിരുന്നാൽ അവർ വഖഫുകളൊക്കെ വഖഫല്ല എന്ന് പറയും. ഉണ്ടല്ലേ? മൂക്കുതല ജുമാഅത്ത് പള്ളി രാത്രി സമയത്ത് പൊളിച്ച്
കട്ട് കൊണ്ടുപോയി അവർ വീടുണ്ടാക്കിയില്ലേ വഹാബികള്? ഇവിടെ മലപ്പുറം ജില്ലയിൽ മൂക്കുതല എന്ന സ്ഥലത്ത് വളരെ പഴക്കമുള്ള 80 or 100 കൊല്ലം പഴക്കമുള്ള പള്ളി രാത്രിക്ക് രാത്രി പൊളിച്ച് അതിന്റെ മരങ്ങൾ മുഴുവനും കട്ട് കൊണ്ടുപോയി അതുകൊണ്ട് വീട് നിർമ്മിച്ചിട്ടാണ് ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് വഹാബികൾ ഇന്നും ജീവിക്കുന്നത്. നിങ്ങൾ പോയി നോക്കൂ. അതിന്റെ കല്ലുകൾ അവർ പെറുക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ? കാബം പൊളിച്ചിട്ട് ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അതിന്റെ കല്ലുകൾ ഒന്നൊന്നായി എടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതുപോലെ ആ പള്ളിയുടെ കല്ലും മരവും കട്ടുകൊണ്ടുപോയി മുജാഹിദുകൾ വീട് നിർമ്മിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിൽ അവരില്ലാതിരുന്നാൽ, സുന്നികളില്ലാതിരുന്നാൽ അവർ മുഴുവനും കട്ടുകൊണ്ടു പോകും, വഖഫല്ലാതെയാകും. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വമാ അലൈക മിൻ ഹിസാബിഹിം മിൻ ശൈഇൻ. ബിദ്അത്തുകാരുടെ കൂടെ നീ ഇരിക്കരുത്, അവർക്ക് സലാം പറയരുത്, അവർക്ക് മകളെ കെട്ടിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് അവർക്ക് വരുന്ന തെറ്റുകളും അവർ പിന്നെ എവിടേക്കോ ആയി പോവല്ലോ എന്നത് എന്നോട് ചോദിക്കൂല. അല്ലാഹു പറയുന്നു വമാ അലൈക മിൻ ഹിസാബിഹിം മിൻ ശൈഇൻ. അവരെ ഹിസാബിൽ നിന്ന് എന്നോട് അല്ലാഹു ഒന്നും ചോദിക്കൂല, എന്നെ അവരുടെ പേരിൽ ഹിസാബ് എടുക്കൂല. പിന്നെ നിനക്കൊരു കാര്യമുണ്ട്, എന്താണ്? വലാകിൻ ദിക്റ. അവരെ ഖണ്ഡിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ ഖണ്ഡിക്കണം, അവരോട് വാദപ്രതിവാദം വേണ്ടി വന്നാൽ അത് ചെയ്യണം. അത് ഒരു കടമയുണ്ട്. അതിനാണ് നമ്മൾ വഖഫ് ബോർഡ് പോയിരിക്കുന്നത്, അതിനാണ് ഹജ്ജ് കമ്മിറ്റിയിൽ ഇരിക്കുന്നത്, അതിനാണ് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ ഇരിക്കുന്നത്. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മുഴുവൻ പാഠപുസ്തകങ്ങളിലും വഹാബിസം കുത്തി നിറച്ചിട്ട് പണ്ടൊരു കാലത്ത് ഇവിടുത്തെ SYS-ഉം SSF-ഉം ഒക്കെ സമരം നടത്തി, ധർണകൾ നടത്തി. അങ്ങനെയാണ് പിന്നീട് ഗവൺമെന്റ് മാറി വന്നപ്പോൾ ആ പാഠപുസ്തക കമ്മിറ്റി പരിശോധിക്കാൻ സ്കൂട്ടി കമ്മിറ്റി നിശ്ചയിക്കുകയും അതിന് സുന്നികളെ എടുക്കുകയും ചെയ്തതുകൊണ്ട് ഇവിടുത്തെ മദ്രസകളിൽ, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പലതും പരിശോധിച്ച് വഹാബിസത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ അത് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് 5 കൊല്ലം തികയുകയും പിന്നീട് മറ്റേ ഗവൺമെന്റ് തന്നെ വന്നപ്പോൾ വീണ്ടും വഹാബിസം കുത്തിച്ചെലുത്തുകയും ചെയ്തിട്ടില്ലേ? നമ്മളെ കുട്ടികൾ പഠിക്കുന്നില്ലേ ഇപ്പോഴും? സ്കൂളുകളിൽ വഹാബിസം പഠിക്കുന്നില്ലേ ചില പാഠപുസ്തകങ്ങളിൽ? ഇപ്പോഴും വലിയ വലിയ മുബത്തദീകളായ നേതാക്കന്മാരെ മഹാന്മാരായി പഠിപ്പിക്കുന്നില്ലേ? ഇത് പഠിപ്പിക്കുന്നതിനെതിരായി വഖഫ് ബോർഡിലും ബുക്ക് കമ്മിറ്റിയിലും എല്ലാ കമ്മിറ്റികളിലും സുന്നികൾക്ക് അവകാശം വേണം എന്ന് പറയുന്നത് വലാകിൻ ദിക്റ ലഅല്ലഹും യദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കർത്തവ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വാദപ്രതിവാദത്തിന് ആവശ്യം വന്നാൽ ഒരു സ്റ്റേജിൽ തന്നെ ഇരിക്കും, എന്നിട്ട് അവർ പറയുന്നതിനെ എതിർക്കും, അതിനെ ഖണ്ഡിക്കും, ഗണ്ണന പ്രസംഗം നടത്തും, വാദപ്രതിവാദം ചെയ്യും. അതുപോലെ ഈ കമ്മിറ്റികളിലൊക്കെ പോയാൽ ഇവിടുത്തെ മുഴുവൻ വഖഫ് സ്വത്തുക്കളും അത് ഏത് നിലക്ക് വഖഫ് വെച്ചുവോ അതേ നിലക്ക് തന്നെ നിർത്തണമെന്ന് വാദിക്കും. അത് വാദിക്കാനും പഠിപ്പിക്കാനുമുള്ള കർത്തവ്യം നിങ്ങൾക്കുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാം അതാ അത്തരം കമ്മിറ്റികളിൽ ബിദ്അത്തുകാർ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നു. അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഇരിക്കാൻ പാടില്ല. അവർക്ക് മക്കളെ കെട്ടിക്കാൻ പാടില്ല, അവരോട് സ്നേഹം കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിലേക്ക് അവരുടെ ബിദ്അത്ത് കുത്തിവെക്കാതെ കഴിയില്ല.
അതാണ് പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ പഠിപ്പിച്ചു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അങ്കനാളിലും വിശ്വസിക്കുന്ന ജനങ്ങളെ എത്തിക്കാൻ പാടില്ല. യുവാദ്ദൂന, അവർ പ്രിയം വെക്കുന്നതായി, മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത ആളുകൾ. അവരാണല്ലോ ബിദ്അത്തുകാർ, അവരാണല്ലോ പത്തൻ പ്രസ്ഥാനക്കാർ. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്തവർ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനക്കെതിരായി ഇവിടെ ആശയങ്ങൾ ഉണ്ടാക്കുകയും നിർമ്മിക്കുകയും വെട്ടിമുറിക്കുകയും ചെയ്തവർ അവരാണ്. അങ്ങനത്തെ ആളുകളെ പ്രിയം വെക്കാൻ മുഅ്മിനീങ്ങൾക്ക് പാടില്ല. വലൗകാനൂ ആബാഅഹും, അത് അവരുടെ സ്വന്തം പിതാക്കളായാലും ശരി, ഔ അബ്നാഅഹും, അല്ല അവരുടെ മക്കളായാലും ശരി, ഔ അശീറതഹും, അവരുടെ ഭാര്യ ഭർത്താക്കളോ മറ്റ് കുടുംബങ്ങളോ മിത്രങ്ങളോ ആര് തന്നെയായിരുന്നാലും ബിദ്അത്തിന്റെ ആളുകളോട് പ്രിയം വെക്കാൻ പാടില്ല. അവരോട് മനസ്സിൽ ഒരൽപ്പം പോലും പ്രിയം കടന്നു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ അതാ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരായത്തോ 2 ആയത്തോ 3 ആയത്തോ അല്ല, ഖുർആനിലുടനീളം ഈ സംഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊരു പക്ഷേ ചിലപ്പോഴൊക്കെ ഒരുമിച്ച് കൂടുന്നത് എന്തോ ചില കൗതുകങ്ങൾ പറയുമെന്ന് കരുതിയോ, അതല്ലെങ്കിൽ മറ്റു വല്ല ഭൗതികമായ രാഷ്ട്രീയങ്ങളോ മറ്റോ പറയുമോ എന്നൊക്കെ കരുതിയായിരിക്കാം ചിലരെങ്കിലും വരുന്നതെങ്കിൽ. വളരെ ചുരുങ്ങിയവരെ അതുണ്ടാവുള്ളൂ. എന്നാലും അങ്ങനെയുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, ആ വക ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. നാം ഒരിക്കലും ആർഭാടത്തിലൂടെ മതിമറന്നു പോകരുത്. അല്ലാഹു തആല നമുക്ക് നിഅ്മത്ത് ചെയ്താൽ ആ നിഅ്മത്തിന് നമ്മൾ നന്ദി ചെയ്യണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. നാം ഏത് ചെയ്താലും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. നാം നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും മറ്റ് ഇബാദത്തുകൾ നിർമ്മിക്കുന്നതും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നാം ഇനി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റിവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റേതു വിഷയം സംസാരിച്ചാലും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടിയല്ലാതെ നമുക്ക് സംസാരിക്കാൻ പാടില്ല. അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി ചെയ്യുന്ന, അല്ലാഹുവിൻ്റെ സന്തോഷത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അഹങ്കാരത്തിന് നിലനിൽപ്പില്ല, കിബിറിന് നിലനിൽപ്പില്ല, ഗർവിന് നിലനിൽപ്പില്ല. വിനയത്തിനും സമാധാനത്തിനും സഹിഷ്ണുതക്കും മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നാം എപ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ട് സമാധാനത്തിലും സഹിഷ്ണുതയിലും ആയി ജീവിക്കണം. നാം ഒരിക്കലും അഹങ്കരിക്കുകയോ ആഹ്ലാദം അമിതമായി പോവുകയോ ചെയ്യാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലു. ചില തലങ്ങളിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ വിജയം വന്നപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തി. എന്താണതിൻ്റെ ഗൗരവം ചിന്തിച്ചു നോക്കുമ്പോൾ, യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി പോവുകയും വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി പോവുകയും ചെയ്യുന്ന കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാലം ഇത് തന്നെയാണോ എന്ന് ചിന്തിക്കുകയാണ്. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ, മുതഅല്ലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ കാഫിറായി മുർത്തദ്ദായി പോകുമെന്ന് രിദ്ദത്തിന്റെ കിതാബിൽ, ചെറിയ കിതാബുകളിൽ വരെ നാം പഠിച്ചിട്ടില്ലേ?
അതെല്ലാം മറന്നുകൊണ്ട് എലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി തുണിയുടുത്തത് പോലും ഓർമ്മയില്ല, ഉടുത്തിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ലാതെ റോട്ടിൻ്റെ നടുവിലൂടെ തുള്ളി നടന്നുകൊണ്ട് ആലിമീങ്ങളെയും അഹ്ലുബൈത്തിനെയും സയ്യിദുമാരെയും നിരപരാധികളെയും ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബുദ്ധിയുള്ള ആളുകൾ അതല്ല ചെയ്യേണ്ടത്. ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുക, അതാണ് നാം ചെയ്യേണ്ടത്. അതിവിടെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്നതും തീർച്ചയാണ്. ഏതായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിദ്അത്തിന്റെ ആളുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടരുമായി നമുക്ക് ബന്ധപ്പെട്ടുകൂടാ. നിങ്ങൾ നോക്കൂ, നേരത്തെ കൊച്ചമ്പാറ സൂചിപ്പിച്ചു, അതുപോലെ അതിന് മുമ്പും സൂചിപ്പിച്ചു. ഇവിടുത്തെ ചില നേതാക്കളും രാഷ്ട്രീയക്കാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ആ ഭിന്നിപ്പിനെ ഊതിവീർപ്പിക്കാനും അത് വലുതാക്കാനും ശ്രമിച്ചു. അതേ സമയത്ത് മുജാഹിദുകൾ ഭിന്നിച്ചപ്പോൾ ഒരു മാസക്കാലം ആ മുജാഹിദുകളെ യോജിപ്പിക്കാൻ ഉത്സാഹിച്ചു, മധ്യസ്ഥം വഹിച്ചു, സംസാരിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. സുന്നികൾ ഭിന്നിച്ചു എന്ന് പറഞ്ഞിട്ട് സുന്നികളെ കളിയാക്കി ചീത്ത പറഞ്ഞ് നടക്കുന്ന മുജാഹിദും അങ്ങ് ഭിന്നിച്ചപ്പോ അത് നന്നാക്കാൻ ഇവർ പരിശ്രമിച്ചു. കഴിഞ്ഞില്ല. കഴിയാതെ വന്നപ്പോ എന്താ ചെയ്തത്? എറണാകുളത്ത് ഒരു കൂട്ടര് യോഗം നടത്തി, കോഴിക്കോട്ട് മറ്റേ കൂട്ടര് യോഗം നടത്തി. രണ്ടും ഒരു ദിവസം ആകാതിരിക്കാൻ ഇവർ നിർബന്ധിച്ചു. 2 ദിവസം നടത്തി. 2 യോഗത്തിലും തുല്യമായ നിലക്ക് പോയി ഇരുന്നു കൊടുക്കുകയും പ്രസംഗിക്കുകയും മുജാഹിദുകളുടെ കരങ്ങളെ, വഹാബികളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മളെ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? നമ്മളാണോ ഇതിന് ഉത്തരവാദി? ഒരിക്കലും നമ്മളല്ല. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആശയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതിനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ വളരണം. ബിദ്അഈ പ്രസ്ഥാനക്കാർ എന്തൊക്കെയാണ് അവരിവിടെ ചെയ്തു കൂട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വരെ അവരെന്തൊക്കെയാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്? നിങ്ങൾ കേട്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ഹുനൈൻ യുദ്ധത്തിൽ വച്ച് കിട്ടിയ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തു കൊടുക്കുമ്പോൾ അതാ ഈ വഹാബികളുടെയും മൗദൂദികളുടെയും വലിയ ഉപ്പാപ്പയായ മനുഷ്യൻ ദുൽ ഖുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ആൾ, ആ മനുഷ്യന്റെ 22ാമത്തെ മകനാണ് ഇവിടുത്തെ വഹാബികളുടെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ്. അതേ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ആളാണ് അബുൽ അലാ മൗദൂദിയും. ഇവൻ വന്നിട്ട് എന്താ പറയുന്നത്? ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി ചെയ്യണം കേട്ടോ. നിനക്കിഷ്ടമുള്ളവർക്ക് അധികം കൊടുക്കുക, അല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കുക. അങ്ങനെ ഓഹരി ചെയ്യാൻ സമ്മതിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് വളരെ വിനയമുള്ള ആളല്ലേ. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. എടോ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യാനുള്ളത്? ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ഞാൻ നീതി ചെയ്യില്ലെങ്കിൽ ആരാണ് പിന്നെ ഉള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്ത് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുന്നു, നബിയേ ഇദൻ ലി യാ റസൂലല്ലാഹ് അഖ്തുൽ ഹാദൽ മുനാഫിഖ, ഈ കപടവിശ്വാസിയെ കഥ കഴിച്ചു കളയട്ടെ, ഞാൻ അവരെ കൊന്നു കളയട്ടെയോ? തങ്ങൾ എനിക്ക് സമ്മതം തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ലാ ലാ, കൊല്ലാൻ പാടില്ല. പടച്ചോനെ, അന്നെങ്ങാനും കൊല്ലാൻ ഓർഡർ ഇട്ടിരുന്നുവെങ്കിൽ പിന്നെ കൊല്ലൽ തന്നെയായി. അതുകൊണ്ട് കൊല്ലാൻ പാടില്ല.
മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വഇന്നഹു യഖ്റുജു മിൻ ദി ഹാദാ അഖ്വാമുൻ യഖറഊനൽ ഖുർആന വലാ യുജാവിസു തറാഖിയഹും വയതകല്ലമൂന ബിഖൈരി കലാമിൻ നാസ് യംറുഖൂന മിനദ്ദീനി മുറൂഖസ് സഹ്മി മിനർ റമിയ്യ. ഇവന്റെ പരമ്പരയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരും. അവർ ഖുർആൻ ധാരാളമായി ഓതും. നിങ്ങൾ കേട്ടില്ലേ, ഇവിടുത്തെ മുജാഹിദ് അരമണിക്കൂർ പ്രസംഗിച്ചാൽ വേണമെങ്കിൽ 88 ആയത്തോതും. ആയത്തും പറയുന്ന വിഷയമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. ആയത്തിന്റെ നമ്പറും പേജും പറയും. ഖുൽ ഹുവല്ലാഹു അഹദ് 38-313 ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് ആയത്തിന്റെ പേടിച്ചുകൊണ്ടാ തെറ്റിപ്പോണ്ടാന്ന് പറഞ്ഞിട്ട് നമ്പറും പേജും ഒക്കെ പറയും. ബന്ധമുണ്ടാവില്ല, വിഷയവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ കുറെ ആയത്തുകൾ ഓതും. ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് അത് കടക്കൂല, അതുമായി ബന്ധമില്ല. വയതകല്ലമൂന ബിഖൈരി കലാമിൻ നാസ്, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് തുടങ്ങി നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ പറയും. പക്ഷേ യംറുഖൂന മിനദ്ദീനി, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകും. മുറൂഖസ് സഹ്മി മിനർ റബിയ്യത്തി, ഒരു വേട്ടമൃഗത്തിലേക്ക് നല്ല മൂർച്ചയുള്ള സ്പീഡുള്ള അമ്പ് ചെന്ന് തറച്ചാൽ ആ വേട്ടമൃഗത്തിൽ നിൽക്കാതെ അവിടെ നിന്നും അപ്പുറത്ത് പോകുന്നത് പോലെ ആ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകും. ഉമറേ, ആ പാർട്ടിയാണ് ഇവിടെ വരാനുള്ളത്. സഹോദരങ്ങളെ, അവന്റെ 22ാമത്തെ മകനായിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഇവിടെ വന്നത്. ആ മനുഷ്യൻ തന്നെയല്ലേ മദീന മുനവ്വറയിൽ ചെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകളോട് മുഴുവനും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഫഇന്ന മുഹമ്മദൻ അസായ ഹാദാ ഖൈറും മിൻ മുഹമ്മദിൻ ഫഇന്നഹു ഖദ് മാത വബ്തലാ വത്തസല ബിൽ അർളി. കയ്യിൽ പിടിക്കുന്ന ഒരു വടി, ആ വടി കാണിച്ചുകൊണ്ട് പറയുന്നു, ഈ വടിയാണ് ഈ ശവകുടീരത്തിൽ കിടക്കുന്ന മുഹമ്മദിനേക്കാൾ ഖൈറായത്. എൻ്റെ കയ്യിലുള്ള വടിയാണ്. ഈ വടി കൊണ്ട് എനിക്ക് ആട്ടിനെ മേക്കാൻ കഴിയും, ഈ വടി കൊണ്ട് എനിക്ക് കള്ളന്മാരെ തടുക്കാൻ കഴിയും, ഈ വടി കൊണ്ട് വീഴാൻ പോകുമ്പോൾ കുത്തിപ്പിടിക്കാൻ കഴിയും. അങ്ങനെ പല ഉപകാരങ്ങളും ഇതുണ്ട്. മുഹമ്മദ് ആവട്ടെ മരിച്ച് ചാമ്പലായി മണ്ണായി ദ്രവിച്ചു പോയിരിക്കുന്നു. ആ മുഹമ്മദിനെ കൊണ്ട് എനിക്ക് യാതൊരു ഫലവും ഇല്ല എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. അള്ളാഹുവിന്റെ ഹബീബ് നശിച്ചു പോയിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഖബറിന്റെ ഉള്ളിൽ ഹയാത്തോടുകൂടി നിൽക്കുന്നു. ഖുർആൻ പറയുന്നത് കേട്ടില്ലേ, വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ കൂടെ തന്നെയുണ്ട്. വേറെ ആയത്തിൽ കാണാം, ഖുൽബലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ അമൽ ചെയ്യുക. ഫസയറല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു നിങ്ങളെ പ്രവർത്തനം കാണുന്നുണ്ട്. വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സ്വലാത്ത് നഗറിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ചെല്ലുന്ന സ്വലാത്തും ഇവിടുന്ന് സാധുവായ ഫഖീറായ ഞാൻ പറയുന്ന ഉപദേശവും ഞാൻ ഓതുന്ന ആയത്തും ഹദീസും ഈ പറയുന്ന പ്രസംഗവുമെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് കാണുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് അറിയുന്നുണ്ട് കേട്ടോ. അതാണ് ബഹുമാനപ്പെട്ട സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദ്റത്തിൽ തന്നെ വന്ന് പറഞ്ഞു, വഅശ്ഹദു അന്നല്ലാഹ ലാ ശൈഅ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി
وكن لي شفيعا يوم لا ذو شفاعتي بمغن فتيلا عن سواد بن قاربي. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്ന് പറയുന്നത് കേട്ടോ. ഫഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു നബിയേ, ലാ ശൈഅ ഗൈറുഹു, അല്ലെങ്കിൽ ലാ റബ്ബ ഗൈറുഹു, അല്ലാഹു അല്ലാതെ ഒരു റബ്ബില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. അള്ളാഹു മാത്രമാണ് റബ്ബ്. രണ്ടാമത് സാക്ഷ്യം വഹിക്കുന്നത് എന്താണ്? വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബീൻ. സാധാരണ മനുഷ്യന്മാർക്ക് അവരെ കണ്ണിൻ്റെ മുമ്പിലുള്ളത് മാത്രമേ അറിയുകയുള്ളൂ. എങ്കിൽ തങ്ങൾക്ക് എല്ലാ ഗായിബായ കാര്യവും, മറഞ്ഞ കാര്യം, അദൃശ്യമായ അഗോചരമായ കാര്യം, കണ്ണിൻ്റെ മുമ്പിലില്ലാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു തങ്ങൾക്ക് അറിയിച്ചു തന്നു എന്ന് മാത്രമല്ല, വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. ഖുർആനിൽ പറഞ്ഞല്ലോ, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയിച്ചു കൊടുത്തു. അറിയിച്ചു കൊടുത്ത ഗൈബിൽ അവിടുന്ന് വഞ്ചന ചെയ്യില്ല. ആ ഗൈബിൽ ഇല്ലാത്തത് കൂട്ടിപ്പറയില്ല, ഉള്ളത് മറച്ചു വെക്കില്ല, അങ്ങനെ വഞ്ചന ചെയ്യില്ല, ലുബ്ധത കാണിക്കില്ല. അങ്ങനെയുള്ള ഗൈബ് അറിയുന്ന നബിയാണെന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ. അതാണ് പറയുന്നത്, വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബീൻ. ഓ ഹബീബായ നബിയേ, വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി, എല്ലാ ഗായിബായ എല്ലാ മറഞ്ഞ കാര്യങ്ങളിലും അവിടുന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടവരാണ് നബിയേ. അതുകൊണ്ട് ഫകുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. നാളെ മഹ്ശറ ലോകത്ത് സൂര്യനിങ്ങനെ തലക്ക് തൊട്ട് ഉദിപ്പിക്കപ്പെടുന്ന സമയം, ആരും ഒരക്ഷരവും പറയാൻ ധൈര്യപ്പെടാത്ത സമയം, ജനങ്ങൾ വിയർപ്പിൽ മുങ്ങുന്ന സമയം, അമ്പിയാക്കളടക്കം പേടിച്ച് വറക്കുന്ന സമയം, അല്ലാഹു തആല കോപിക്കുന്ന സമയം, എല്ലാവരും ഓടി അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലെത്തുമ്പോൾ, അനലഹാ, ഞാനതിന് തയ്യാറാണ്, ഞാനതിന് ഇതാണ്, ഞാനതിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുന്ന സമയത്ത്, ഓ നബിയേ, തങ്ങൾ തല ഉയർത്തിക്കളയൂ, തങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കാം, അള്ളാഹു തരും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അല്ല പറയുകയും തല ഉയർത്തുകയും അവിടെ നിന്ന് ചോദിക്കുന്നതൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ആ വണ്ണമായ ശഫാഅത്ത്, അശ്ശഫാഅത്തുൽ ഉളുമ എന്ന വണ്ണമായ ശഫാഅത്തിൻ്റെ സമയത്ത് സവാദാകുന്ന എനിക്ക് അവിടുന്ന് ശഫാഅത്ത് ചെയ്യണം നബിയേ. ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ ഇടയിൽ കാണുന്ന ചെറിയ നൂലിൻ്റെ അത്ര പോലും ഒരു ഗുണവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ആ ഗൗരവമേറിയ ഘട്ടത്തിൽ സാധുവായ എന്നെ അവിടുന്ന് മറക്കരുതേ, അവിടുന്ന് ശഫാഅത്ത് ചെയ്യണേ എന്ന് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, അള്ളാഹുവിൻ്റെ ഹബീബ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും മൗത്തിൻ്റെ മുമ്പും ശേഷവും എല്ലാം അറിയുന്നവരും കേൾക്കുന്നവരും കാണുന്നവരുമാണ്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും കെട്ടുനാറിപ്പോയെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ കണ്ടില്ലേ? സാധാരണ മനുഷ്യന്മാരെ പോലെ മുഹമ്മദിനെയും മുഅ്മിന്റെ
അടിയിൽ കുഴിച്ചിട്ടത് അഥവാ ഭൂമിയുടെ മുകളിൽ വെച്ചിരുന്നുവെങ്കിൽ സാധാരണ മനുഷ്യന്മാരെ പോലെ കെട്ടുനാറി മണത്തു പോകുമായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിലെ മറവ് ചെയ്തതെന്ന് പ്രബോധനത്തിൽ മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാരെ, ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. മലയാളത്തിലുള്ള പ്രബോധനത്തിൽ അല്ലാഹുവിന്റെ റസൂല് കെട്ടുനാറി മണത്തു പോകുമായിരുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മൗദൂദി എഴുതി വച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് കെട്ടുനാറി പോകുമെന്ന് പറയുന്നവൻ ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് അവരെ കൂടെ ഇരിക്കരുത്. പഠിപ്പിച്ചു തന്നതിൻ്റെ ശേഷം, ഓർമ്മ വന്നതിൻ്റെ ശേഷം, പഠിച്ചതിൻ്റെ ശേഷം ബിദ്അത്തുകാരുമായി ബന്ധപ്പെട്ട് ജീവിക്കരുത്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കില്ല. ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ. വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചവരാവുകയില്ല. ഹത്താ തഹാബു, നിങ്ങൾ അന്യോന്യം പ്രിയം വെക്കുന്നത് വരെ. അവല അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അലാ ഷൈഇൻ, ഒരു കാര്യം, ഇദാ ഫഅൽതുമൂഹു, അത് നിങ്ങൾ ചെയ്താൽ തഹാബബതും ബൈനക്കും, നിങ്ങൾ തമ്മിൽ സ്നേഹവും പ്രിയവും ഉണ്ടാകും. അതെന്താണ്? അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയണം. കാണുമ്പോഴും മുഅ്മിനീങ്ങൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയണം. അപ്പോൾ സലാം പറയുന്നത് പ്രിയം ഉണ്ടാക്കി തീർക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് മുബത്തദീങ്ങളെ പ്രിയം വെക്കാൻ പാടില്ല, മുബത്തദീങ്ങളോട് സ്നേഹം വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുബത്തദീങ്ങൾക്ക് സലാം ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തരായ സ്വഹാബിയല്ലേ, അവിടുത്തെ കാലത്ത് ഒരു ഉണ്ടായി. ഓൻ സലാം പറഞ്ഞയച്ചപ്പോ കൊണ്ടുപോടാ, നിന്റെ സലാം എനിക്ക് വേണ്ട, ഞാനും നീയുമായി ബന്ധമില്ല, നിന്റെ സലാം എനിക്ക് വേണ്ട, നീ പുതിയ പ്രധാനക്കാരനായിരിക്കുന്നു എന്ന് പറഞ്ഞ് മടക്കിയ സംഭവം ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സുന്നത്ത് ജമാഅത്തിന് മഹബത്ത് വെക്കുകയും ചെയ്ത് പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അല്ലാഹുവിൻ്റെ ഹബീബിനെ പ്രിയം വെക്കുക, അവിടുത്തെ മദ്ഹുകൾ പറയുക. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്മരണകൾ പുതുക്കുന്ന മാസമാണല്ലോ ഈ മാസം. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് വകുല്ലു വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി എന്ന് പറഞ്ഞ ആ മഹാനായ ഖുത്ബുൽ അഖ്താബ് തങ്ങൾ, അവിടുത്തെ മദ്ഹ്, അവിടുത്തെ ചരിത്രം ധാരാളം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട്, അവിടുത്തെ മഹത്വം കൊണ്ട്, മഹാന്മാരായ ഔലിയാ സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.